CPIയിലെ യുവജന സംഘടന, അതായത് AISF, എക്കാലത്തും SFIയുടെ നെറികെട്ട രാഷ്ട്രീയത്തെ എതിർത്തിട്ടുണ്ട്. ക്യാമ്പസുകളിലും നിരവധിയായ സർവകലാശാലകളിലും, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്ന സർവകലാശാലകളിലും AISFനെ വലിയ രീതിയിൽ വളരാൻ അനുവദിക്കാത്തത് കൃത്യമായും KSU അല്ലെങ്കിൽ MSFO ഒന്നുമല്ല. AISFനെ തകർക്കാൻ ശ്രമിക്കുന്ന SFI തന്നെയാണ്. SFIക്ക് ബദലാകാൻ അല്ലെങ്കിൽ SFIക്ക് ഉള്ള സ്പേസ് ഒക്കുപ്പൈ ചെയ്യാൻ AISFനെ അനുവദിക്കില്ല എന്ന രീതിയിലുള്ള ഒരു പ്രത്യേകമായ രീതിയാണ് അവർ ആവിഷ്കരിക്കുന്നത്. ഇപ്പോഴിതാ AISFൻ്റെ നേതാക്കൾ പലരും CPIയിലെ യുവജന പ്രസ്ഥാനത്തിനെ ചേർത്ത് പിടിക്കുന്നവരാണ്. നമുക്കറിയാം, JNUയുടെ മുൻ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരുന്ന, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്ന കനയ്യകുമാർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ്സിലേക്ക് എത്തി. എന്തുകൊണ്ടാണ്? അവർക്ക് CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടുള്ള മതിപ്പ് മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ആ പാർട്ടിക്ക് ആദർശങ്ങൾ ഒന്നും തന്നെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവ്. ഇതേ തിരിച്ചറിവ് തന്നെയാണ് എൽദോ എബ്രഹാമിനും അതുപോലെ തന്നെ മുഹമ്മദ് മുഹസിൻ അടക്കമുള്ളവർക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതുമാത്രമല്ല, CPIയിലെ ചെറുപ്പക്കാർ കൂടോടെ കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയാൽ തീരാവുന്നതേ ഉള്ളൂ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ആധികാരികത. അത് തീർച്ചയായും പ്രയോജനപ്പെടുത്താനുള്ള നീക്കം UDF ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. CPI വിട്ട് വരുന്നവർക്ക് കോൺഗ്രസ്സിലേക്ക് സ്വാഗതം എന്ന രീതിയിലേക്ക് ഒരു ബോർഡ് എഴുതി വച്ചാൽ സസൂക്ഷ്മം അവിടേക്ക് തന്നെ ചേക്കേറും അഥവാ അങ്ങോട്ടേക്ക് നടന്നു കയറും എന്നുള്ളതിന് യാതൊരു അർത്ഥശങ്കയുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. യാതൊരു രീതിയിലുള്ള ഒരു ക്യാൻവാസിങ്ങും ഇല്ലാതെ തന്നെ അവരിലേക്ക് എത്തപ്പെടുന്ന, ആകർഷിക്കപ്പെടുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴിതാ CPIയിൽ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള KE ഇസ്മായിലിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ ബിനോയ് വിശ്വത്തിനെ എതിർക്കുന്നുണ്ട്. ബിനോയ് വിശ്വം ഇപ്പോഴും പഴകിയ ചില തത്വചിന്തയുമായി നടന്നാൽ ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഇസ്മായിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. CPI തിരിച്ചു വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന രീതിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ ബലിയാടാവുകയാണ് CPI വാസ്തവത്തിൽ ചെയ്തിരിക്കുന്നതെന്നും CPI സ്ഥാനാർത്ഥികളുടെ പരാജയം അത് വിലയിരുത്താൻ ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല. നമുക്കറിയാം, CPI ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇവിടെ കൊടിക്കുന്നിൽ സുരേഷ് കേവലം 10,000 വോട്ടുകൾക്ക് മാത്രമാണ് വിജയിച്ചത്. അത്രമേൽ അവിടെ CPIയുടെ യുവജന നേതാവായ അരുൺകുമാർ പ്രവർത്തിച്ചു. അതായത് CPIയിലെ യുവജന നേതാക്കളോട് വലിയ രീതിയിലുള്ള മതിപ്പ് ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിലുള്ളവർക്കുണ്ട്. ഇടതുപക്ഷം എന്നത് മൂല്യച്യുതി നഷ്ടപ്പെടാതെ, ആ മൂല്യച്യുതി ഉണ്ടാകാത്ത സാഹചര്യം, അത് തന്നെയാണ് CPIയെ ജനങ്ങൾ ഇപ്പോഴും വലിയ പ്രതീക്ഷയോടെ കാണുന്നത്. എന്നാൽ ആ പ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് തിരുത്തൽ ശക്തിയാകാൻ ഇത്തരക്കാർക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സിലേക്ക് ലയിക്കാനുള്ള തീവ്രമായ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.